ചേട്ടന് ഈ സ്പെക്സ് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. ഇതിനെന്തെങ്കിലും പുറകിൽ കഥയുണ്ടോ? ഗോഡ് ഫാദർ എന്നുള്ള ഒരു മോഡലാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടം. നമുക്ക് വീടിന്റെ അടുക്കള ഭാഗത്തേക്കും കൂടെ ഇത് തന്നെയാണ് ഇതിന്റെ അടുക്കള. അത് കുറച്ച് ഇതായിട്ട് കിടക്കും. ഇപ്പൊ രാവിലത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ കോൺസെപ്റ്റിൽ ചെയ്തെന്ന് വെച്ചാല് സോ വീട്ടിൽ എപ്പോഴും ഒരു വീട് വെക്കുമ്പോഴത്തേക്കും അടുക്കള കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള മെയിൻ ആള് നേരെ കിച്ചണിലോട്ട് പോകും. അപ്പൊ അവർക്ക് ഈ ഗസ്റ്റിന്റെ അടുത്ത് എന്റർടൈൻ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തുമില്ല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട്. അപ്പൊ അവർ അവിടെ കിടന്ന് ഇറിറ്റേറ്റഡ് ആവും. ഇത് അങ്ങനെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചായ ഇടാം, ആർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്യണോ ഒന്നൊക്കെ ചെയ്തോളൂ. ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാധനമാണ്. ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് കണ്ടൽക്കാടുകൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അക്വേറിയാണ്. ഒന്നായിട്ടില്ല, സെറ്റ് ആവുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടൽക്കാട് മറ്റേ ആ പുഴയുടെ കടലിന്റെ ഒക്കെ സൈഡിലേ വളരുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കണ്ടൽക്കാടിനെ വീടിനകത്ത് കൊണ്ടുവച്ചേക്കുന്നത്. ഇത് കാടാവോ ഇനി ഇതിനകത്ത്? കണ്ടൽക്കാട് വീട്ടിൽ വളർത്താൻ വേണ്ടിട്ട് ഇതിൽ നല്ല പുഴയിൽ വളരുന്നതായിരുന്നു അത്. അല്ല, സത്യത്തിൽ ഇതിനെ ഇങ്ങനെ വളർത്താൻ ഭയങ്കര പാടാണ്. ലൈറ്റ് കണ്ടോ, ഇപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് ടോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളർന്നു, വേറെ പ്രശ്നമില്ലാത്ത. വളരത്തില്ല. അത് ഫസ്റ്റ് വൺ. പിന്നെ കുറച്ച് കോയി ഫിഷ് അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇതായി, വെള്ളം കുറച്ചുകൂടെ. അല്ല, ഇതൊന്ന് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ടോ? കുറച്ച് മനസ്സിലായി. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫൗണ്ടൈൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാജസ്ഥാനിലെ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. ഫൗണ്ടൈന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഏകദേശം 2 മാസത്തോളം ആയപ്പോഴത്തേക്ക് അത് വന്നില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ തടി ഇത് നമ്മളിപ്പം വാട്ടർ പ്ലാന്റിൽ ഇടുന്ന തടിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. 1 കിലോ തടിക്ക് ഒരു 1200 റുപ്പീസ് ഒക്കെ വിലയുണ്ട്. ഇതൊരു 75 കിലോ ഉണ്ട് തടി. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. 19,000 രൂപയുടെ മുതലാണായിരിക്കണേ. 75 വർഷത്തെ പഴക്കമുണ്ട്. പഴയതാണ്. എങ്കിലേ ഈ തടി പൊങ്ങി വെള്ളത്തിൽ നിൽക്കത്തുള്ളൂ. ആക്ച്വലി നമ്മളിവിടെ വന്ന സമയം കുറച്ച് മാറിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര ചില്ലായിരുന്നു. ചിൽ മൂഡാണ്. കാരണം നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ ഈ ലൈറ്റ് കണ്ടോ? ഈ ലൈറ്റ് മൊത്തം തെളിയും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പൊ മുകളിൽ കൂടി നക്ഷത്രങ്ങൾ പോകുന്നതും കാണാം, ഇവിടെ ലൈറ്റ് കാണാം, നക്ഷത്രം പോകണം, വേണമെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതും കാണാം. അത് മാത്രമല്ല, ഈ ലൈറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാല് ഈ വീട്ടിന്റെ ഹാർട്ടാണ് ഈ ലൈറ്റ്. ഇത് കളർ ലൈറ്റ് ആണോ? ഈ വീട്ടിന്റെ ഹാർട്ടാണ്. സോ ഇത് ഡാൻസിങ് ലൈറ്റ് ആണ്. നമുക്കിപ്പോ DJ ഒക്കെ ആണെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് കളറിലും മാത്രം എത്ര രൂപ ചെലവായി കാണും? ഇതിന് ഒരു ഇവര് കണക്കെടുത്തിട്ട് അവസാനം ഇത് വെച്ചിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അത്ര എനിക്ക് ഈ ജിംനാസ്റ്റിനോട് ആവശ്യമില്ലാത്തൊക്കെ ആയിരിക്കും അവസാനം ഇടാൻ പോകുന്നത്. എന്നാലും എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ എത്ര ഹോം ടൂർ എടുത്താണ് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് വേറെ എവിടെയും കാണില്ല. നമ്മൾ പറഞ്ഞ് ജയിച്ചതാണ്. ഇത് പുള്ളിക്കാരി